to delicious delicacies. ഇന്ന് നമ്മൾ റവയുടെ ഒരു മിക്സ് കൊണ്ട് 3 ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ റവ മിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടിയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഹാഫ് ഒനിയനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒനിയൻ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകും വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കട്ട് ചെയ്തിട്ടുള്ള ബീൻസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടെ 1/2 കപ്പ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ഡ്രൈ ആകും വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വെജിറ്റബിൾസ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് റവ മെഷർ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ റവ ഇഡ്ഡലിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കപ്പ് റവ മിക്സ് എടുത്തിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുളി കുറവുള്ള തൈരാണെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ 15 മിനിറ്റ് കൊണ്ട് റവ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് വരും. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക് എത്തും വരെ നമ്മളിതുപോലെ വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ സമയമാകുമ്പോൾ മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി. നേരത്തെ ആഡ് ചെയ്ത് വയ്ക്കാൻ പാടില്ല. ഇനി നമ്മളിതൊരു ഇഡ്ഡലി തട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 7 മിനിറ്റ് ഇഡ്ഡലി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് റെസിപ്പി റവ ദോശയാണ്. അതിനായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ചെയ്തതുപോലെ തന്നെ ആവശ്യത്തിന് റവ മിക്സ്, കുറച്ച് തൈര്, കുറച്ച് വെള്ളം ഇത്രയും ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾക്ക് റവ ദോശയ്ക്ക് വേണ്ടത്. ഏകദേശം ഇത്രയും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം പാനിന്, എന്നാലേ ഇതുപോലെ നിറയെ ഹോൾസ് ഉള്ള ദോശ കിട്ടുള്ളൂ. ഒരു സൈഡ് കുക്കാകാനായിട്ട് നമ്മൾക്ക് ഇനി വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് കുക്കായതിന് ശേഷം ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നമുക്ക് പതിയെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഓരോ സൈഡിൽ നിന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. വേഗം തന്നെ നമുക്ക് ഈ ദോശ കുക്കായി കിട്ടും. അപ്പോൾ നമ്മളുടെ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് റെസിപ്പി റവ ഉപ്മാവാണ്. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യിന് പകരമായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്താലും മതി. ഇനി കുറച്ച് കറിവേപ്പിലയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ കാഷ്യൂനട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ 1/2 കപ്പ് റവ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റും വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേഗം വരെ നമ്മൾക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ റവ ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.